നിനക്കൊരു കൊട്ടേഷൻ തരാനാണ് വിളിപ്പിച്ചേ. നീ പഴയതുപോലെ കൊട്ടേഷൻ പണിയെ കയറ്റിയെടുക്കുമല്ലോ. കൊട്ടേഷൻ പണിയൊക്കെ നിർത്തണമെങ്കിലേ സുമേഷ് മരിക്കണം. നിങ്ങൾ കാര്യം പറ. എടാ, അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് അച്ഛൻ പൂട്ടി വെച്ചിട്ട് ആശുപത്രി പോകുന്നത് നിനക്ക് അറിയാലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. അത് എവിടെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. എവിടെ? മുൻവശത്തിരിക്കുന്ന തടിയുടെ പെട്ടിയില്ലേ, അതിനകത്ത്. ആര് പറഞ്ഞു? അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായടാ. ഉള്ളതാണോ? പക്ഷേ എന്നാലും എന്റെ പടിവാതൊക്കെ ഇരുന്നിട്ട് ഞാൻ കണ്ടില്ലല്ലേ. സാധാരണ കേസ് കാശിന്റെ മണമൊക്കെ എനിക്ക് കിട്ടുന്നതാ. അടച്ചു വെച്ചേക്കല്ലേ, പണം വരൂല. ഓ, അടച്ചു വെച്ചേക്കുവാണല്ലേ. അപ്പൊ അല്ല, അടച്ചു വെച്ചിരിക്കും നമ്മൾ ഇനി എന്തോ ചെയ്യും? നമ്മൾ തന്നെ അങ്ങനെയെങ്കിലും അത് തുറക്കണം. എടാ, അച്ഛന്റെ ഇളിയിലുണ്ട് താക്കോല്. ഇളിയിലോ? ആടെ മുണ്ടിന്റെ കോന്തലെ തിരികെ വെച്ചിരിക്കുക. ഒത്തോണം മുമ്പേ തപ്പി നോക്കി. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ കേക്കണം. അല്ല, ഇതിപ്പോ ഞാൻ എടുത്തന്ന് എനിക്ക് എന്താ തരും? നിനക്ക് എന്താ തരും? എന്ത് തരും? 5 രൂപ. 5 രൂപ? 500 പോരാ. ഒരു 700 രൂപ കൊടുത്തരുത്തോണ. 700 രൂപ തരാം. അതും പോരാ. അച്ഛൻ എനിക്ക് 1000 തരാന്ന് പറഞ്ഞു. പിന്നെ നീ പോ. എന്തിന്? അച്ഛനെ നിങ്ങൾ റൂട്ട് കനാലി അച്ഛനെ നിങ്ങൾ പൈസ വിരിച്ച് അച്ഛൻ്റെ കൊടുത്താൽ 1000 രൂപ. എന്താ? റൂട്ട് കനാല് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പൈസ വിരിച്ച് അച്ഛൻ്റെ കൊടുത്ത് അച്ഛനിക്ക് 1000 രൂപ കമ്മീഷൻ തരാന്ന് പറഞ്ഞെന്ന്. പിശുക്കന്മാരാ ഇങ്ങനെ വേണം. ചേട്ടാ റേറ്റ് പറ. 1500. അത്രേ ഉള്ളു പുള്ളിയുടെ കയ്യില്. ഓ, എനിക്കോട്ട് ഉറപ്പ് കിട്ടുന്നില്ല 1500ന്റെ കാര്യത്തിൽ. എടാ, 1500 ഉള്ളു. അതുകൊണ്ടാ പുള്ളിക്ക് ചുണ്ട് കാണിക്കാൻ പോകാൻ വെച്ചിരുന്ന പൈസ. അപ്പൊ ചുണ്ട് കാണിക്കാൻ പോണ്ടേ? ചുണ്ട് കാണിക്കാൻ പോണം. അതിപ്പോ നമ്പർ അടിച്ചു. സത്യത്തിലൊരു നമ്പറായിരുന്നു. എന്താ നമ്പര്? പുള്ളി ആ കെട്ടിയമ്മ വെച്ചിട്ട് പെട്ടി തുറക്കാൻ നോക്കുവായിരുന്നു. അന്നേരം നീ വന്നത്. ഓഹോ, എനിക്ക് അപ്പോഴേന്ന് തോന്നിയായിരുന്നു. എന്നാലും എന്റെ അടുത്ത് പറയായിരുന്നു. എടാ, നമ്മള് തന്നെ തുറക്കാൻ നോക്കിട്ടെങ്കിൽ തുറക്കുവാണെങ്കിൽ പിന്നെ ഈ പൈസ വെറുതെ നിനക്ക് തരണ്ടല്ലോ. ഓ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും. 500ന്റെ 3 നോട്ട് റെഡിയാക്കി വെച്ചോ. ഞാൻ താക്കോല് സെറ്റ് ചെയ്തോണ്ട് വരാം. കൊളവാക്കല്ലേ ചേട്ടാ? സംശയിക്കാതെ ഏട്ടാ. സുമേഷ് ഏറ്റ തന്നെ താക്കോലും കൊണ്ടേ വരും. ഇവ അച്ഛന്റെ അരഞ്ഞാണം പൊടിച്ചോണ്ട് വരുമെന്തോ. അല്ല അനിയൻ. വേദനയുണ്ടോ? വേദന അച്ഛൻ ഉറങ്ങിക്കോ. വേദന കുറച്ച് കുറയും. നീ പൈസ മേടിക്കാൻ പോയിട്ട് എന്താടാ? ആരും തന്നില്ല അച്ഛാ. അച്ഛനൊരു കരിയേപ്പരയുടെ വില പോലും ഇല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് അച്ഛൻ ഉറങ്ങിക്കും. ഞാനേ വീശിത്തരാം. കുഞ്ഞുണ്ണി. ബഹുമാനക്കുറവൊന്നുമില്ല, വാത്സല്യം കൊണ്ട്. അച്ഛൻ ഉറങ്ങിക്കും, ഞാൻ വീശിത്തരാം. ഉണ്ണി വാവാവോ. നല്ലോണം വീശണേ, ഉറങ്ങാൻ പറ്റും. ആ ചെറുക്കൻ ഇനി കുളമാക്കൂ. ഇല്ല, നിങ്ങൾ സമാധാനം ഇട്ടിരിക്കേ. കാര്യം മനസ്സിലായി കഴിഞ്ഞാലേ അതിനകത്തിരിക്കുന്ന സാധനം ദൈവം തമ്പുരാൻ പോലും മനസ്സിലാക്കാത്ത സ്ഥലത്തോട്ട് അച്ഛൻ മാറ്റിക്കളയാം. അതൊന്നും ഇല്ല, അവൻ താക്കോലും കൊണ്ടേ വരുള്ളൂ. കൊണ്ടുവരുമോ? കൊണ്ടുവന്ന എനിക്ക് കൊള്ളാം. ഇനി മുതൽ അച്ഛന്റെ ചെലവുകൾ അച്ഛനെ കൊണ്ട് തന്നെ നോക്കിപ്പിക്കണം. ഇല്ലെങ്കിൽ റൂട്ട് കനാലിൽ അടക്കമുള്ള പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. എനിക്ക് എന്റെ മണ്ടയിൽ ലാഭമല്ല. ഉണ്ണി വാവാവോ കുഞ്ഞുണ്ണി വാവാവോ ഉണ്ണി വാവാവോ ഉണ്ണി വാവാവോ കുഞ്ഞുണ്ണി. ഇടുപ്പി പിടിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരുന്ന കേട്ടിട്ടുണ്ട്. അതാ ഇടുപ്പി പിടിച്ചാലേ പെട്ടെന്ന് ഉറക്കം വരുന്ന കേട്ടിട്ടുണ്ട്. അതാ എനിക്കതൊന്ന് കാണണം. എന്തോ എന്റെ അറിഞ്ഞാണോ? അരിഞ്ഞാണൊന്നുമല്ല, താക്കോല്. ചേട്ടാ ഓടി വാട്ടാ, പിടിയിട്ടെ. താക്കോലൊന്നുമില്ല. എന്തിനാണ് ഉത്തമനെയൊക്കെ വിളിക്കുന്നത്? അച്ഛന്റെ പെട്ടിയുടെ താക്കോല് അച്ഛൻ ഇടുപ്പിലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ചേട്ടാ ഓടി വാ, ചേട്ടാ അച്ഛന്റെ താക്കോല് കിട്ടി, ഓടി വാ. എന്റെ താക്കോലൊന്നും ഇല്ലെന്ന്. അച്ഛന്റെ താക്കോല് എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് കിട്ടി. പറഞ്ഞാൽ മനസ്സിലായി. കിട്ടി. ചേട്ടാ കിട്ടി താക്കോല് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് താക്കോൽ എടുക്കാം. പരിശോധിക്കണം. ഞങ്ങൾ അങ്ങനെ പരിശോധിക്കണ്ട. അച്ഛന്റെ കയ്യിൽ കാശുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയണം. എടാ, എന്റെ പെട്ടിയിലൊന്നും പഴയ കുറച്ച് പേപ്പർ മാത്രമേ ഉള്ളടാ. എന്നാ പിന്നെ തുറന്ന് കാണിക്കണം. എടാ, നീ പിടിവിടെ മുണ്ടീന്ന് വിടാൻ പറഞ്ഞു കേട്ടില്ലേ? എടാ, എന്റെ താക്കോലെ ഞാൻ അറിഞ്ഞാണത്തെ കിട്ടിയിട്ടില്ല, ആരും എടുക്കാതിരിക്കുന്നു. അയ്യേ അച്ഛൻ എന്താ അച്ഛനച്ചാ? ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ എന്റെ ചെലവ് നിങ്ങൾ ആരും നോക്കണ്ട, പോരെ? എന്നാലും പെട്ടി തുറക്കൂലല്ലേ? ഇല്ല. അപ്പൊ ഇതിനകത്ത് കാര്യമായിട്ട് എന്തുകൊണ്ട് തോന്നാ? കൊച്ചെ, ഇതിനകത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ? കാര്യമായിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഒരു കാര്യത്തിന് പൈസ ചോദിക്കൂലല്ലോ. ഇല്ല. എന്റെ പൈസ ആരും നീ താക്കോൽ എടുത്താ? നിക്ക്, ഈ മൃഗങ്ങൾക്കൊക്കെ പല്ലുവേദന വരൂലോടെ? വരുമെങ്കിൽ
അതാ മൃഗങ്ങൾക്ക് പല്ലുവേദന വരുമ്പോ നീ പല്ല് എടുക്കുന്നത് പോലെ എന്റെ പല്ലൂടെ അങ്ങ് എടുത്തതാ. അതാ അതാണ്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂടാ? അതിനിപ്പോ നമുക്ക് നാണ്ടേ ടൂൾസ് ഇല്ലടാ. ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ. അത് തന്നെ. ടൂൾസ് ഉണ്ടല്ലോ ചേട്ടാ. ഇത് ഞാൻ നോക്കി ഇടകരുത്. എവിടെ തെറ്റിയടാ? അതിന്റെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തോണ്ടല്ലേ വരത്തുള്ളൂ. അത് ഒരു കൈ പിടിച്ചോ. ഒന്ന് പിടിച്ചോ ചേട്ടാ. പിടിക്കാം ഒന്ന് പിടിച്ചോ. പശുവിന്റെ ഒക്കെ പല്ല് ഇങ്ങനെ എടുക്കുന്നത് അത് അങ്ങനെ മോളെ വയ്യാതെ കുഴപ്പമില്ല അച്ഛാ. കുഴപ്പമില്ല. ഒറ്റ വലി വാ തുറന്നോ. കെട്ടുന്നു, വലിക്കുന്നു, എടുക്കുന്നു. തുറന്നു. ചെറിയ ഉറുമ്പ് പിടിക്കുന്ന വേദന. റെഡി ആവണോ അച്ഛാ? റെഡി ആവണം. ഹോസ്പിറ്റലിൽ പോവാ. എനിക്കറിയാടാ മക്കളെ, നീ സ്നേഹമുള്ളവനാന്ന്. ഹലോ, ആ ബാദുഷ ഇട്ടിട്ടുണ്ടോ? അത്യാവശ്യമായി പോയേട്ടാ. അടുത്ത മാസം തന്നെ ഞാൻ തിരിച്ചു തരാം. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൂട്ട് കനാൽ ചെയ്യണം. അച്ഛൻ്റെ പെൻഷൻ കാശൊക്കെ കിട്ടുന്നുണ്ട്, അല്ലാതെയും പൈസ ഉണ്ട്. അത് പുള്ളി മോളിൽ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ആ ഓ ശരി, ഞാൻ തിരിച്ചു തന്നേക്കാം. ശരി ശരി, റെഡി ആവണോ അച്ഛാ?